Rajan sir, he's not a doctor, but he's a visionary. He has created this fantastic institution which is called NIMT Medicity. I'd like to call on Mr. Faisal Khan to share his thoughts and views on the health and medical tourism and the wellness tourism. Over to you. നമസ്കാരം. ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ അധ്യക്ഷൻ സംഘടനയായ ശ്രീ രാജശേഖരൻ സാർ അവർക്ക്, ബഹുമാനപ്പെട്ട ഡോക്ടർ മാർത്താണ്ഡപിള്ള സാർ അവർക്ക്, ശ്രീ ബേബി നന്ദി അവർക്ക്, ബഹുമാനപ്പെട്ട പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ സാർ, യോഗി ശിവൻ സാർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ പ്രസാദ് മഞ്ഞാലി, അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനും നമുക്കെല്ലാം വളരെയധികം അഭിമാനമായ ഡോക്ടർ ഹരികൃഷ്ണൻ അവരുകൾ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ സജിൻ ചന്ദ്രൻ, ഡോക്ടർ കനകരാജ് സാർ, വേദിയിൽ സഹസ്രിക്കുന്ന ബഹുമാനിലെ ജന്മഭൂമിയിലെ ബഹുമാനപ്പെട്ട ശ്രീ അജി, ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാർ, ശ്രീ ഗോപി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എൻ്റെ വളരെയധികം സുഹൃത്തുക്കളും സഹസ്രിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ നമസ്തേ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത്. കാരണം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകത്ത് എമ്പാടും അതിൻ്റെ ശ്രേയസ് ഉയർത്തിയ വളരെയധികം വിലപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ സദസ്സിൽ ഈ വേദിയിൽ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട മാർത്താണ്ഡപിള്ള സാർ പറഞ്ഞതുപോലെ ഹെൽത്ത് ടൂറിസം എന്നതിൻ്റെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകരാജ്യങ്ങളോട് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണത്. കാരണം നമ്മുടെ വൈഭവശേഷി എന്താണ്, ഇന്ത്യൻ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ അവരുടെ രോഗനിർണയം എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഹെൽത്തിൻ്റെ